ഫ്രണ്ട്സ്, വിന്റർ ലാൻഡ്സ്കേപ്പ് എങ്ങനെ വരക്കാം എന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്കിൽ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ പെർസ്പെക്റ്റീവ് ഗൈഡൻസ് ഉപയോഗിച്ച് ഇതേപോലെ ആ വീട് ഒരു 3D എഫക്റ്റിൽ വരക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് അത് ലോക്കാക്കിയിരുന്നു. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പെന്ന് ടെക്നിക്കൽ പെന്നാണ്. അതിനുവേണ്ടി മരത്തിൻ്റെ ഒരു രണ്ട് സൈഡും ഉണ്ടാവുമല്ലോ, ആ റൗണ്ട് ഭാഗം അത് വരക്കാൻ വേണ്ടി ഇതേപോലെ ആ സെൻറ്ററിൽ കാണുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ സൈഡിലൂടെ ഇതേപോലെ റൗണ്ട് ഇട്ട് പോകുകയാണ്. അതേപോലെ അതിൻ്റെ ഇടതുവശത്തും അതേപോലെ റൗണ്ട് ഇട്ട് പോകുകയാണ്. ഓക്കെ, താഴെ വരെ 2 റൗണ്ട് മുട്ടിച്ച് വരയ്ക്കുകയാണ്. അതുപോലെ ആ പെർസ്പെക്റ്റീവ് ഗൈഡ് ലൈൻസിൻ്റെ ഇടതുവശത്ത് ഒരു ലൈൻ ഉണ്ട്, അതിൻ്റെ ഇടതുവശത്തായിട്ട് നമ്മൾ ഇതേപോലെ റൗണ്ട് ഇട്ട് പോകുകയാണ്. അത് നമ്മുടെ മരത്തിൻ്റെ രണ്ടാമത്തെ സൈഡാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, നമ്മളെ രണ്ടാമത്തെ അതും നമ്മൾ റൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അതും കഴിഞ്ഞിട്ട് അതേപോലെ വലതുവശത്ത് ഉണ്ടാകുന്ന ലൈനിൻ്റെ വലതുവശത്ത് നമ്മൾ അതേപോലെ റൗണ്ട് ഇട്ട് പോകുകയാണ്. ഇത് നമ്മൾ ആ വീടിൻ്റെ ആ മരം അട്ടിക്കട്ടിക്ക് വെച്ച രീതിയിൽ നമ്മൾ 3D എഫക്റ്റിൽ വരച്ചെടുക്കുകയാണ്. ഓക്കെ, 2 റൗണ്ടും വരച്ചിട്ട് അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലെ കൊടുക്കുന്നതാണ്. ഞാൻ കുറച്ച് ഫാസ്റ്റാക്കുന്നൊരു വീഡിയോ, അല്പം ലെങ്ത് ഉണ്ടാവും. ഓക്കെ, ആ 2 സർക്കിളും ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ വീട് മുട്ടിയിട്ടാണ് ഉണ്ടാവുള്ളത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് അതേപോലെ ഒന്ന് ലൈൻസ് ഇങ്ങനെ ടച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി അതേപോലെ നമ്മൾ ഇടതുവശത്ത് വരച്ച ആ സർക്കിളിൻ്റെ സൈഡിലേക്കൂടെ ഒരു ലൈൻ ഇതേപോലെ താഴ്ന്ന് മുകളിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുകയാണ്. അതേപോലെ നമ്മൾ നേരത്തെ സെൻറ്ററിൽ വരച്ച അവിടെയും പിന്നെ വലതുവശത്ത് കൊടുത്തു ലൈൻ. ഈ ലൈനും ആ സർക്കിളും തമ്മിലൊന്ന് ജോയിൻ്റ് ആക്കിയെന്ന് ഇതേപോലെ. അതേപോലെ ഇടതുവശത്തും നമ്മൾ വരച്ചിരുന്നു, അതും നമ്മൾ ജോയിൻ്റ് ആക്കിയെന്ന്. ഓക്കെ, ഇതേ പെണ്ണ് കൊണ്ടാണ് ജോയിൻ്റ് ആക്കുന്നത്, ഇതേ ലെയറിൽ തന്നെയാണ്. ഓക്കെ, അവസാനം നമ്മുടെ പിക്ചർ ഭംഗിയായി വരും. പെർസ്പെക്റ്റീവ് ഗൈഡ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് അടുത്തതായി വരക്കേണ്ടത് ആ മരത്തിൻ്റെ ആ ഒരു ലൈൻസാണ്. അതിനുവേണ്ടി ടെക്നിക്കൽ പെൻ ഉപയോഗിച്ച് നമ്മൾ ഡ്രോ സ്റ്റൈൽസിൽ പോയിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന ആ ടൂൾ ഉപയോഗിച്ചാണ് ഇതേപോലെ വരയ്ക്കുന്നത്. ആ 2 സർക്കിളും മുട്ടുന്ന ആ ജോയിൻറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ ടച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുകയാണ്. അത് നമ്മൾ ആ മരത്തിൻ്റെ ആ ഒരു തടി വരച്ചെടുക്കുകയാണ്. എല്ലാ ലൈനും അതേപോലെ വരക്കാൻ പറ്റണമെന്നില്ല, അത് ചെറുങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വരക്കുക. ഓക്കെ, അതേപോലെ ഇപ്പുറം ഭാഗത്തും താഴ്ന്ന് ആ ലൈൻസ് തമ്മിൽ ഒന്ന് ടാപ്പ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ജോയിൻ്റ് ആക്കി വരച്ചതാണ്. ഓക്കെ, അതും നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ഈ ലെയറിൻ്റെ മുകളിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് വരക്കേണ്ടത് ഡോറ്, വിൻഡോ, ഇതൊക്കെയാണ് വരക്കേണ്ടത്. ഓക്കെ, നമ്മൾ ആദ്യം വരച്ച ലെയർ അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ പുതിയ ലെയറിൽ ഡോറ് നമ്മൾ വരച്ചെടുത്തു. അതേപോലെ വിൻഡോയും വരച്ചെടുത്തു. വലതുവശത്തെ വിൻഡോ വരക്കുമ്പോൾ കുറച്ച് വലിയ വിൻഡോ തന്നെ വരക്കുക, കാരണം ആ വിൻഡോ ആണ് കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്ന വിൻഡോ. അതിനുശേഷം ഞാൻ മുകൾ ഭാഗവും അതേപോലെ ഇതേ ആദ്യം വരച്ച ലെയറിൽ തന്നെ ഒന്ന് ചെയ്ത് ടച്ച് വരച്ചിട്ടുണ്ട്. ഇനി അതുപോലെ മുകളിലേക്ക് നിൽക്കുന്ന ലൈൻസൊക്കെ ഞാൻ ഇതേപോലെ ഇതേ ടൂൾ ഉപയോഗിച്ച് തന്നെ വരക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വീട് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഡോർ ആൻഡ് വിൻഡോ വരച്ച ലൈൻ ആ ലെയറിൽ ഇതേപോലെ മുകളിലത്തെ റൗണ്ട് വിൻഡോ നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വീട് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ വീടിന് നമ്മുടെ ഒരു കളറ് ഫില്ലാക്കി കൊടുക്കണം. അതിനുവേണ്ടി ഗ്രീൻ ആൻഡ് ഗ്രേ മിക്സ് ആയ ഒരു കളറാണ്, വീടിൻ്റെ ഒരു കളറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഏകദേശം ഇതേപോലത്തെ ഒരു കളറ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം വീടിൻ്റെ ഉള്ളിലത്തെ എഡ്ജിലേക്കൂടെ ഫുള്ളായിട്ട് കൊടുത്ത് അവസാനം ഫില്ലാക്കുകയാണ്. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വീട് വരച്ചതിൻ്റെ താഴെ ആ ലെയർ കൊണ്ടുവച്ചതിന് ശേഷമാണ് നമ്മൾ മാർക്കർ സെലക്ട് ചെയ്യുന്നത്. വീട് കളർ ഫില്ലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന
ടൂള് മാർക്കറാണ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്കിങ് പെന്ന് പിന്നെ ടാറ്റു മേക്കറൊക്കെ ഉപയോഗിക്കാം. ഞാൻ മാർക്കറാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ വീടിൻ്റെ എഡ്ജിലേക്കൂടെ ഞാൻ കൊടുത്തു വരെയാണ്. ഓക്കെ, വീടിൻ്റെ ആ ഒരു മോൾ ഭാഗത്തിൻ്റെ എഡ്ജിലേക്കൂടെ ഞാൻ കൊടുത്ത്, പിന്നെ നമ്മുടെ ആ റൗണ്ട് വരച്ചിരുന്നു, റൗണ്ടിൻ്റെ മുകളിലേക്കൂടെ കൊടുത്തിട്ട് പിന്നെ അവസാനം ഫിൽ ടൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ കളറ് ഫില്ലാക്കി എടുക്കുകയാണ് വീടിന് മൊത്തം. പിന്നെ നമുക്ക് കളറ് അഡ്ജസ്റ്റ് ആക്കാം, ചേഞ്ച് ആക്കാം. പിന്നെ നമുക്ക് ഈ വീടിന് നമുക്ക് കുറച്ച് ഡാർക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ്സ്, പിന്നെ ഒരു മരത്തിൻ്റെ ഒരു ഷെയ്ഡ് അതൊക്കെ കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി ഒരു മഞ്ഞ കലർന്നൊരു ഓറഞ്ച് സെലക്ട് ചെയ്യാൻ ശേഷം നമ്മൾ ആ മരത്തിൻ്റെ ആ 2 തടി ഉണ്ടാവില്ലേ റൗണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്കിങ് പെന്നോ മാർക്കറോ എല്ലാം ഉപയോഗിച്ച് ഇതേപോലെ കൊടുക്കുകയാണ്. അത്യാവശ്യം ഒരു മഞ്ഞ പോലത്തെ ഒരു ഓറഞ്ചൊക്കെ എടുക്കാം. ഓക്കെ, നമ്മൾ അതേപോലെ ഇവിടെയൊക്കെ കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും എല്ലാ റൗണ്ടിൻ്റെ ഉള്ളിലും നമ്മൾ ഇതേപോലെ ഓറഞ്ച് കലർന്നൊരു മഞ്ഞ ഇതേപോലെ കൊടുക്കുന്നുണ്ട്. അത് ആ മരത്തിൻ്റെ ആ ഒരു മരത്തിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു പോർട്രേറ്റ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതേപോലെ കൊടുക്കുന്നത്. അടുത്ത നമ്മൾ ടാറ്റു മേക്കർ ഉപയോഗിച്ചിട്ട് ആ മരത്തിൻ്റെ നടുക്കൊരു ചെറിയൊരു സർക്കിൾ പോലത്തെ ഒരു റൗണ്ട് ഉണ്ടാവും. അത് വരക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതേ ലെയറിൽ തന്നെ ടാറ്റു മേക്കർ കൊണ്ട് നമ്മൾ ആ റൗണ്ടിന് കൊടുത്ത കളറിന് നടുക്കായിട്ട് ഒരു സർക്കിൾ കൊടുക്കുന്നു. ഓക്കെ, അത് നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്തത് ആദ്യം വരച്ച ലെയറിൻ്റെ താഴെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ്. അടുത്തത് നമുക്ക് വരക്കണത് ഈ ലൈൻസ്, ഈ കറുത്ത ലൈൻസൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അത് വീടിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് വെച്ച് കുറക്കും. ലെയർ ലോക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ആ കറുത്ത ആ ലൈനിൻ്റെ മുകളിലേക്ക് കൂടെ കുറച്ചും കൂടെ മരത്തിൻ്റെ കളറ് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഇങ്കിങ് പെന്നോടാണ് നമ്മൾ അടിക്കുന്നത്. ലെയർ ലോക്കാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലൈൻ കൊടുത്തതിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന കളർ ഇപ്പോൾ ആകൂ. നമ്മുടെ ലെയർ ലോക്കാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിൽ പുറത്തേക്കെല്ലാം പോകും. ലോക്കാക്കണം, എന്നാൽ മാത്രമേ ആ ലൈനിൻ്റെ മുകളിലേക്കൂടെ മാത്രം നമുക്ക് കൊടുത്താൽ കളർ വരുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏകദേശം നമ്മൾ ആ വീടിന് നമ്മുടെ ആ കളറ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ എടുത്തു നിൽക്കുന്ന കറുപ്പ് ലൈൻസ് എല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് തോന്നുന്നു. ഇനി നമുക്ക് ഡാർക്ക് ഷെയ്ഡാണ് നമ്മളെ വീടിന് കൊടുക്കേണ്ടത്. അതിന് വേണ്ടി ഇപ്പോൾ വരച്ച ലെയറിൻ്റെ മുകളിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത ശേഷം ഫ്ലോ എയർ ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മൾ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നത്. ഇപ്പോൾ കൊടുത്ത വീടിൻ്റെ കളറിൻ്റെ കുറച്ചും കൂടെ ഡാർക്കായിട്ട് ഉള്ളൊരു കളറാണ് നമ്മൾ ഓരോ ലൈനിൻ്റെ ഇടയിലും ഷെയ്ഡിങ് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഡ്രോ സ്റ്റൈൽസ് പോയിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്ന ഒരു ടൂൾ എടുത്തതിന് ശേഷം സൈസൊക്കെ കുറച്ച് ഫ്ലോ ഒക്കെ കൂട്ടി ഇത് അത്യാവശ്യം ഇതേപോലെ ടാപ്പ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ ലൈൻസിൻ്റെ മുകളിലേക്കൂടെ തന്നെ നമ്മൾ നേരത്തെ വരച്ച ലൈൻസിൻ്റെ മുകളിലേക്കൂടെ തന്നെ ഇതേപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് നമ്മൾ കൊടുക്കുകയാണ്. ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുമ്പോൾ തന്നെ ആ വീടിൻ്റെ ഒരു ഭംഗി നമുക്ക് പ്രത്യേകം എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതേപോലെ ഈ 2 ലൈൻസിൻ്റെ ഇടയിൽ കൂടെ ഒരു മഞ്ഞ ആൻഡ് ഓറഞ്ച് കളറും കൂടെ നമ്മൾ വൈറ്റ് ഷെയ്ഡ് ആണ് കൊടുക്കുന്നത്. വൈറ്റ് അല്ല കൊടുക്കുന്നത്, മഞ്ഞ ആൻഡ് ഓറഞ്ച് മരത്തിൻ്റെ ഒരു ഷെയ്ഡും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട് അത്യാവശ്യം നല്ല ഒരു റിയലിസ്റ്റിക് ആയിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ലൈനും നേരത്തെ ടാപ്പ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരച്ച പോലെ നമ്മൾ ആ ഡാർക്ക് ഷെയ്ഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വരക്കേണ്ടത് മഞ്ഞ ആൻഡ് ഓറഞ്ച് മിക്സ് ആയൊരു മരത്തിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ്, മരത്തിൻ്റെ ഒരു ഷെയ്ഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാ ലൈനിൻ്റെയും മുകളിലേക്കൂടെയാണ് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തത്. ഇത് നമ്മൾ ലൈനിൻ്റെ ഇടയിലേക്കൂടെയാണ് നമ്മളിപ്പോൾ ഈ ഓറഞ്ച് ആ മരത്തിൻ്റെ കളറ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീടിൻ്റെ ഒരു സ്റ്റൈൽ തന്നെ മാറുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഫാസ്റ്റ് ആക്കുന്ന വീഡിയോ. ഇപ്പോൾ മരത്തിൻ്റെ ഒരു ലൈറ്റ് അടിക്കുന്ന ഭാഗം അതെല്ലാം ഈ കളർ കൊണ്ട് തന്നെ നമ്മൾ ഫില്ലാക്കിയാണ്. ഇപ്പോൾ അത്യാവശ്യം നമ്മളെ വീട് നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ വീട് 3D എഫക്റ്റിലാണ് നമ്മൾ വരക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ വരച്ച ലെയർ ഒന്ന് ലോക്കാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ വീട് വരച്ച ലെയർ
ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഡോർ ആൻഡ് വിൻഡോ വരച്ചിരുന്നു. ആ ഡോർ ആൻഡ് വിൻഡോ ആണ് നമ്മൾ ഇനി 3D എഫക്റ്റ് കൊടുക്കാൻ പോകുന്നത്. ടെക്നിക്കൽ പെൻ ഉപയോഗിച്ച് ഡാർക്ക് കളർ സെലക്ട് ചെയ്തതിനു ശേഷം ലൈനിൻ്റെ ബാക്കിലേക്കൂടെ ഒരു ലൈൻ കൊടുത്ത് 3D പോലെ വരച്ചെടുക്കാൻ വേണ്ടി നോക്കിയിരുന്നത്. ഇതേപോലെ ആ ലൈനൊക്കെ കണക്ട് ചെയ്ത് ബാക്കിലത്തെ ലൈൻ കണക്ട് ചെയ്ത് അതെല്ലാ ലൈനും കണക്ട് ചെയ്യുമ്പോൾ അതൊരു നമ്മുടെ ആ വിൻഡോ ഏകദേശം ഒരു 3D പോലെ വരും. അങ്ങനെയാണ് നമ്മുടെ വിൻ്റർ ഇത് വരക്കുന്നത്. ഓക്കെ, ഇതേപോലെ ബാക്കിലോട്ട് വരച്ച് അതൊരു സ്ക്വയർ വിൻഡോ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത്യാവശ്യം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് തന്നെ വരക്കണം. കുറച്ചൊക്കെ ഒരു സ്കിൽഫുൾ ആവാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഇത്തരം ഇമേജിൽ നമ്മൾ വരച്ച് പഠിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞാൻ വലത് സൈഡും വരച്ചിട്ടുള്ളത്. അതേപോലെ മുകളിലത്തെ ആ വിൻഡോയും അതേപോലെ ഇതാണ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയറിൻ്റെ മുകളിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ വിൻഡോയിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു ലൈൻസ് എല്ലാം ഒന്ന് മായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വരച്ച ലെയറിൻ്റെ താഴെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ആ വീടിനെയും പിന്നെ ആ വിൻഡോയിൻ്റെ ഉള്ളിലും ഇതേപോലെ കൊടുക്കുകയെന്ന്. അപ്പോൾ ആ വിൻഡോ വേറിട്ട് നിൽക്കും. അതിനുവേണ്ടി നമ്മൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് ഒരു കളറ് വിൻഡോയിനും ഇതേപോലെ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ലൈൻസ് ആ വിൻഡോയിന് മുകളിൽ വരുമ്പോൾ അതൊരു ബോറായി തോന്നും. അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ എല്ലാ വിൻഡോയിൻ്റെയും ഉള്ളിലേക്കൂടെ ഈ ലെയർ ഏറ്റവും താഴെ വെച്ചതിന് ശേഷം ഇതേപോലെ ഉള്ളിലൊക്കെ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിനെല്ലാം ഒരു മഞ്ഞ കളറ് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ രാത്രി സമയത്തുള്ളൊരു വീടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിമ്മിണി കത്തിച്ചൊരു വീടാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിനുവേണ്ടി ഒരു മഞ്ഞ കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മാർക്കർ ഉപയോഗിച്ച് ഇപ്പോൾ വരച്ച ലെയറിന് മുകളിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ആ വിൻഡോയിന് ഇതേപോലെ അപ്ലൈ ചെയ്യുകയാണ്. ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ ഫോളോ ചെയ്ത് ഇതേപോലെ ആ മഞ്ഞ കളറ്, അതായത് ആ ലൈറ്റ് അടിക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ കാണുന്ന കളറ് നമ്മൾ ഇതേപോലെ കൊടുക്കുകയാണ്. അത്യാവശ്യം ടൈം എടുത്ത് തന്നെ നിങ്ങൾ ഈ വർക്കൊക്കെ ചെയ്തെടുക്കുക. ഇതൊക്കെ നമ്മുടെ വർക്കിന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ വർക്കെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ മുകളിലത്തെ ആ വിൻഡോയും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്കിങ് പെന്നൊക്കെ ഉപയോഗിക്കാം. മാർക്കർ, ഇങ്കിങ് പെന്ന്, ടാറ്റു മേക്കർ, ടെക്നിക്കൽ പെന്നിൻ്റെ സൈസ് കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ആ ഗ്ലാസ്സിൽ വരുന്ന ഒരു ഷെയ്ഡ് ഗ്ലാസ് ഉണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നീല കളർ സെലക്ട് ചെയ്തതിന് ശേഷം ടെക്നിക്കൽ പെന്ന് കൊണ്ട് ഒരു 3-2 ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു ജനലിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ വരച്ചെടുക്കും. ജനലിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ 2-3 ലൈൻസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഒരു ജനലിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഇതേപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതേപോലെ നമ്മൾ എല്ലാ ജനലിൻ്റെ ഉള്ളിലും 3-2 ലൈൻസ് ഇങ്ങനെ ഒന്ന് ആ സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ അതും ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലെ വിൻഡോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ റൈറ്റ് സൈഡിലെ വിൻഡോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വിൻഡോസൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന മഞ്ഞാണ് വരക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ മിക്സായ ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലെ ആ മഞ്ഞൊക്കെ വരച്ചെടുക്കണം. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കർ കൊണ്ടാണ് നമ്മൾ വരക്കുന്നത്. ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും കാണാൻ മറക്കരുത്. ഇനി നമുക്ക് മഞ്ഞാണ്, നമ്മുടെ വീടിൻ്റെ മുകളിൽ കാണുന്ന മഞ്ഞാണ് വരക്കേണ്ടത്. അതിനുവേണ്ടി മാർക്കർ സെലക്ട് ചെയ്തതിന് ശേഷം നീല കളർ ആണ് നമ്മൾ മഞ്ഞിന് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ അതിനു വേണ്ടി ഇതേപോലെ ചെറിയ ഡോട്ട്സ് പോലെയാണ് ഞാൻ വരക്കുന്നത്. അവസാനം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ചൊക്കെ മഞ്ഞിങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെയൊക്കെ അതിൻ്റെ ഇടയിൽ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ മഞ്ഞ് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ വരക്കുക. നമ്മുടെ
ആ വീടിൻ്റെ ആ ഒരു വലതുവശത്ത് കാണുന്ന മോൾ ഭാഗം നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ മഞ്ഞ് ഫില്ലായി വരും. നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് അധികം മുകളിലോട്ട് ഇതേപോലെ വരയ്ക്കരുത്. കുറച്ചൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ക്രിയേറ്റിവിറ്റി, ഒരു സ്കില്ല് വരുത്താൻ വേണ്ടി കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഓക്കെ, നമ്മുടെ മഞ്ഞ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഫിൽ ടൂൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത കളർ തന്നെ അതിൻ്റെ ഉള്ളിൽ ടോളറൻസ് ഒക്കെ കുറച്ച് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് ഫില്ല് ചെയ്യുകയാണ്. നമ്മുടെ മഞ്ഞ് വീട് ഏകദേശം സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ഷെയ്ഡ് അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ചെയ്യാനുള്ളത്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇപ്പോൾ ഈ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യേണ്ട ടൈമായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ എന്തായാലും നിങ്ങൾ കാണുക. ആ വീഡിയോയിലാണ് നമ്മുടെ ഡ്രോയിങ് ഫുള്ളായി കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇതേപോലെ വരയ്ക്കാനുള്ള സ്കിൽസ് അവർക്കും പകർന്നു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ.